നമ്മളൊക്കെ ജീവിതത്തിൽ ഒരേ കാര്യം ആണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരേ കാര്യമാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ പേര് പറയാവോ? ഭാഗ്യം. അല്ലേ? ഭാഗ്യം കിട്ടണേ, ഭാഗ്യം ഉണ്ടാവണേ. പക്ഷേ ചിലർക്കത് എളുപ്പത്തിൽ ലഭിക്കുന്നു, മറ്റു ചിലർക്ക് എത്ര പരിശ്രമിച്ചാലും ലഭിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം ക്ലാസ്സിലേക്ക്. എല്ലാം റെഡിയാണല്ലോ? റെഡിയാണെങ്കിൽ എടുത്തോളൂ, റെഡി എടുത്തോളൂ. പോരട്ടെ, ടൈപട്ടെ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, കമന്റുകൾ നിങ്ങൾ ഇട്ടാൽ മാത്രമാണ് ഞാൻ എന്ത് എന്ത് ക്ലാസ് വേണമെന്ന് കമന്റ് കൂടി ഇട്ടേക്കുക. സാർ ഇന്ന കാര്യം പഠിപ്പിക്കാൻ പറ്റുമോ, ഇന്ന കാര്യം ഒന്നും കൂടി പറയാൻ പറ്റുമോ? അപ്പോഴല്ലേ നമുക്കും കൂടുതൽ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഇത് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ വരുന്ന മാത്രമല്ലേ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താണ് അതൊന്ന് കൃത്യമായി പറ്റൂ. അപ്പോ ഒറ്റ കാര്യം മാത്രം ചോദിച്ച് പോകാൻ നിങ്ങൾ ഉത്തരം പറയാൻ തയ്യാറാവുക. വളരെ സോഫ്റ്റ് ആയിട്ട്, വളരെ കൂളായിട്ട് ചോദിക്കാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരേ കാര്യം ആണ് ആഗ്രഹിക്കുന്നത്, അല്ലെ? നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരേ കാര്യമാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ പേര് പറയാവോ? നിങ്ങളും ഞാനും ഒക്കെ അത് ലഭിക്കണേ, അത് ലഭിക്കണേ, അത് ലഭിക്കണേ എന്ന് ആലോചിച്ച് നടക്കട്ടെ, അല്ലെ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. അതിന്റെ പേരെന്താണ്? ഭാഗ്യം. അല്ലേ? ഭാഗ്യം കിട്ടണേ, ഭാഗ്യം ഉണ്ടാവണേ. പണമല്ല, ഭാഗ്യം, ഭാഗ്യം, ഭാഗ്യം എന്ന് ആലോചിച്ചാൽ നടക്കണം. പണമൊക്കെ ഭാഗ്യത്തിന് മാത്രമേ, എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്നല്ലേ? ആണോ? റൈറ്റ്. അപ്പോ പക്ഷേ ചിലർക്കത് എളുപ്പത്തിൽ ലഭിക്കുന്നു, മറ്റു ചിലർക്ക് എത്ര പരിശ്രമിച്ചാലും ലഭിക്കുന്നില്ല. ഇത് സത്യമല്ലേ? ഞാൻ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് എടുക്കണേ. ഞാൻ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ റോങ് ആണെന്ന് യൂട്യൂബ് കാണുന്നവരും ഫേസ്ബുക്ക് കാണുന്നവരൊക്കെ ടൈപ്പ് ചെയ്യുക. ഞാൻ പറയുന്നത് കറക്റ്റ് ആണ്. നമ്മൾക്ക് എല്ലാവരും ഭാഗ്യത്തിന്റെ പിറകെയാണ്, ഭാഗ്യം വേണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാണ്. പക്ഷെ ചിലവർക്കെല്ലാം ഭാഗ്യം ലഭിക്കുന്നുണ്ട്, എളുപ്പത്തിൽ കിട്ടുന്നു, മറ്റു ചിലവർക്ക് കിട്ടുന്നേയില്ല. എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചിലർക്കെല്ലാം എളുപ്പത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്, ചിലവർക്ക് അത് നടക്കാത്തതിന് കാരണം എന്തായാലും? യെസ്, യെസ്, അത്. അപ്പോ ഭാഗ്യം എന്ന് പറയുന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആണോ? ഭാഗ്യം എന്ന് പറയുന്നത് യാദർച്ഛികമായി സംഭവിക്കുന്നതാണോ അല്ലെ? ഇതിനു മുമ്പ് ഇതിന്റെ വീഡിയോ ഇതേപോലുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട ഓർമ്മയുണ്ടെങ്കിൽ പറയുക. ഇതേപോലെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഭാഗ്യം എന്നത് യാദർച്ഛികമായ ഒന്നല്ല എന്ന് തിരിച്ചറിയുക. അത് ഒരു എനർജി അലൈൻമെന്റ് ആണ് എന്ന് തിരിച്ചറിയുക. നമ്മളുടെ മനസ്സിന്റെ തരംഗം, വൈബ്രേഷൻ, യെസ്, കറക്റ്റ്, വൈബ്രേഷൻ ശരിയായ രീതിയിൽ യൂണിവേഴ്സിലെ ഫ്രീക്വൻസിയോട് ഒത്തുചേരുമ്പോൾ ഭാഗ്യം തുറക്കുന്നു എന്നുള്ളതാണ് ശരിയായ അർത്ഥം. അപ്പോ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രീക്വൻസിയെ, നമ്മുടെ വൈബ്രേഷനെ ആ തലങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. 1 കോടിയുടെ ലോട്ടറി അടിക്കുന്നയാളുടെ യഥാർത്ഥത്തിൽ ഭാഗ്യം അയാൾക്ക് സംഭവിച്ചു എന്ന് പറയുന്നത് 1 കോടിയുടെ ആ എനർജി തരംഗത്തിലേക്ക്, ആ പോർട്ടലിലേക്ക്, ആ ഫ്രീക്വൻസിയിലേക്ക് അയാളുടെ തരംഗം ഒത്തുചേർന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞത്. ഫ്രീക്വൻസി, വൈബ്രേഷനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ? എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ടോ? അതെങ്ങനെ വരും എന്നുള്ള ചോദ്യത്തിനാണ് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്റർ മുഴുവൻ ഉത്തരങ്ങളും. അപ്പൊ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് ഒരു ഷോർട്ട് കട്ടുള്ള, ഒരു വളരെ ലളിതമായ എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, അതിന് മറ്റു രൂപത്തിൽ പറയും. നിങ്ങൾക്കറിയാമല്ലോ, ഓരോ വാക്കുകൾക്കും, ഓരോ അക്ഷരങ്ങൾക്കും, ഓരോ അക്കങ്ങൾക്കും അതിൻ്റെതായ വൈബ്രേഷനുകളുണ്ട്. ഇതാണല്ലോ നമ്മൾ ശരിക്കും പഠിക്കുന്നത്. ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിന്റെ വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാകുന്നു. എങ്ങനെ വൈബ്രേഷൻ മാറുന്നത്? നമ്മുടെ ചിന്തകളിൽ നിന്ന്, വികാരങ്ങളിൽ നിന്നാണ് വൈബ്രേഷൻ ഉണ്ടാകുന്ന പറയില്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വൈബ്രേഷനും കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഉണ്ടാകുന്ന വൈബ്രേഷനും വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വളരെ ലളിതമായിട്ട് സയൻസ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ തന്നെയാണ് 1 എന്ന് പറയുമ്പോഴുള്ള വൈബ്രേഷനും 9 എന്ന് പറയുമ്പോഴുള്ള വൈബ്രേഷനും 8 എന്ന് പറയുന്ന വൈബ്രേഷനും വ്യത്യസ്തമായിരിക്കും. സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ ഇവിടെയാണ് ഈ സംഖ്യാശാസ്ത്രത്തിന്റെ പ്രാധാന്യം വരുന്നത്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് സംഖ്യാശാസ്ത്രത്തിൽപ്പെട്ട ഒരു നമ്പറാണ്. അത് നിങ്ങളുടെ കൈകളിൽ എഴുതി വെക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ സബ്ജക്ട്, ഇന്നത്തെ സംസാരം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ പ്രശസ്തി പദം കേട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗർബോവി നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഈ ലോകത്തുണ്ടായിരുന്നു. അത് ഗ്രിഗോറി എന്ന് പറയുന്ന
ഒരു ഒരു എന്താ പറയാ ശാസ്ത്രജ്ഞൻ, റഷ്യൻ ന്യൂമറോളജിസ്റ്റ് ആണ്, ന്യൂമറൽ സയൻസ് ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തത്തിൽപ്പെട്ട നമ്പറുകളാണ് ഇത്. അതായത് ഭാഗ്യത്തിന്റെ തരംഗം ഉയർത്താനുള്ള ഒരു പ്രത്യേക നമ്പറുകളാണ് പ്രത്യേക നമ്പറുകളാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലോട് ചേർത്ത് വെച്ച് എഴുതി വെച്ചാൽ മാത്രം മതി. അത് എങ്ങനെ എഴുതുന്നതൊക്കെ ഇനിയുള്ള ക്ലാസ്സിലിരിക്കുക. അപ്പോൾ അത് കേൾക്കാനും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ അവരവരെ പേരൊന്ന് എഴുതിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്പേഴ്സ് ആർ യൂണിവേഴ്സൽ ഹീലിംഗ് കോഡ്സ് ദാറ്റ് അലൈൻ ഹ്യൂമൻ കോൺഷ്യസ്നെസ് വിത്ത് ഡിവൈൻ ഓർഡർ എന്നാണ് പറയുക. അതായത് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗിന് ഉപയോഗിക്കുന്ന കോഡാണ്. ഞാൻ ഇനി വരും ക്ലാസ്സുകൾ ഹീലിംഗ് കോഡുകൾ, നമ്പേഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നമുക്ക് കാല് വേദനയുണ്ടോ, കൈവേദനയുണ്ടോ, മുട്ടുവേദനയുണ്ടോ, അല്ലെങ്കിൽ മറ്റ് പൈസ വരുന്നില്ല, ഇതിനെല്ലാത്തിനും നമ്പറുകളുണ്ട്. നമ്പറുകൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അത് എഴുതി വെക്കേണ്ട ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ എഴുതി വെച്ചാൽ വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഈ നമ്പർ സംഖ്യാശാസ്ത്രത്തിനനുസരിച്ച് അതിന്റെ എനർജി തരംഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും അത് സമതുലമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് തത്വം. അപ്പോൾ ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വിശകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സ് പറയുന്ന ഒരു കാര്യമാണ് എവറിതിങ് ഈസ് എ വൈബ്രേഷൻ എന്നുള്ളത്. അത് തത്വമാണ്. എല്ലാം ഈ ലോകത്ത് വൈബ്രേഷനാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും തരംഗങ്ങളായിരിക്കും, യാതൊരു തർക്കമില്ല. അപ്പോൾ നമ്മൾ എത്ര ലക്കിയാണെന്ന് നിർണ്ണയിക്കുന്നത് നമ്മുടെ മൈൻഡിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഭാഗ്യം ഒരാൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കും? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഒരാൾ പറയണം അയ്യോ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? എന്താണോ അയാൾക്ക് സംഭവിക്കുക? നിങ്ങൾ തന്നെ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യണം. ഭാഗ്യമില്ല എന്നാൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും കമന്റ് ചെയ്യുക. ഭാഗ്യമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ ഇന്നത്തെ ഈ ഇത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടത് ഒരു പച്ച നിറമുള്ള പച്ച മഷിയുള്ള പെണ്ണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കറുപ്പ് തോന്നും, പക്ഷെ ഇത് പച്ചയാണ് കേട്ടോ, കൃത്യമായി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് പച്ച പെണ്ണാണ്. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെ ഭാഗ്യമില്ലാത്ത എത്ര പേരുണ്ട്? ഒന്ന് പേര് ടൈപ്പ് ചെയ്യാവോ? ഭാഗ്യമില്ലാത്ത ആളുടെ പേരുകൾ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. വെരി ഗുഡ്, ബ്രില്യൻറ്റ് സ്റ്റുഡൻസ്, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു പച്ച മഷിയുള്ള പേന, പിന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് അത് ഉണ്ടല്ലോ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ഇല്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചോളൂ. ലെഫ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ വേണം. അപ്പൊ ഒരു പെന്നും വേണം, ലെഫ്റ്റ് ഹാൻഡും വേണം, വേറെ ഒന്നും വേണ്ട. പിന്നെ ചൂണ്ടുവിരലായാലോ അല്ലെങ്കിൽ തമ്പ് വിരലായാലും കുഴപ്പമില്ല. ഇത് രണ്ടിൽ ഏത് വിരലായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇത് രണ്ടിൽ ഏത് ഒന്നില്ലെങ്കിൽ മറ്റത് ഉപയോഗിച്ചോളൂ. ഉണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും ചേർന്ന് ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. വിരലില്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് ഈ ഭാഗം ഉപയോഗിക്കാം. രണ്ടും ആയല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. നമ്മളെപ്പോഴും സമമായിട്ട് അല്ലെ, അതും വേണ്ട ഇതും വേണ്ട, നമുക്ക് ഈ ഭാഗം സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോ ഇവിടെ കൃത്യമായി ഈ ഒരു നമ്പർ ഞാൻ പറയും. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങളൊന്നുമല്ല, എനിക്ക് ഭാഗ്യം വേണം ഇത്രേ ഉള്ളൂ. എന്താണ് എന്നൊന്നും നിങ്ങളുടെ വിഷയമല്ല. എനിക്ക് ഭാഗ്യം വേണം എന്ന് മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഭാഗ്യത്തിൽ നിങ്ങൾക്ക് പലതും ഉണ്ടാവാം. നിങ്ങൾക്ക് ലോട്ടറി അടിക്കാം, നിങ്ങൾക്ക് ശമ്പളം കൂടാം, നിങ്ങൾക്ക് മറ്റ് സമ്മാനങ്ങൾ ലഭിക്കാം. അതിങ്ങനെ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഭാഗ്യം, അത് നിങ്ങൾക്ക് നിശ്ചയിക്കാം എന്ത് ഭാഗ്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. അന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് 10 കോടി രൂപ നാളെ കിട്ടട്ടെ എന്നുള്ള ഭാഗ്യമല്ല. എനിക്ക് ലോട്ടറി അടിക്കണം, എനിക്ക് സ്വത്ത് ഭാഗം വെച്ച് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് സമാധാനം വേണം, എനിക്ക് സന്തോഷം വേണം, ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗ്യമെങ്കിൽ അത് അവരവരെ തീരുമാനം പോലെ ഇരിക്കും. അത് എന്താണോ അത് നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം, അത് നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം 7 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം നടത്തണം. കൃത്യമായി എണ്ണം തെറ്റിക്കരുത്, എണ്ണം തെറ്റിച്ച് ചെയ്യരുത്. 7 തന്നെ ആയിരിക്കണം. കണ്ണുകൾ അടച്ച് കൃത്യമായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെ ധ്യാനിച്ചുകൊണ്ട് 7 തവണ ദീർഘമായ ശ്വാസം എടുത്ത് ദീർഘമായി തന്നെ പുറത്തു വിടണം. ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല അല്ലെ, ഞാനത് കാണിച്ചു തരാം അല്ലെ, ആ ശബ്ദം കേൾക്കണല്ലോ. ചില ആൾ ശ്വാസോച്ഛ്വാസം എങ്ങനെയാണെന്നറിയാം, ഇത്രേ ഉണ്ടാവും. വലിക്കുന്നതും അറിയില്ല, പോകുന്നതും അറിയില്ല. ആമയുടെ മുയലിന്റെ ഒക്കെ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെയല്ല. ആമയെ പോലെ, മുയലിനെ പോലെയല്ല, ആമയെ പോലെ ശ്വാസം എടുക്കണം. നന്നായിട്ട് സമയമെടുത്ത് അത് ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ ഈ ഭാഗ്യമെല്ലാം മുഴുവൻ ശരീരത്തേക്ക് വലിച്ചു കയറ്റുന്നതായി തോന്നണം. അത്രയും ദീർഘമായി
ശ്വാസം എടുക്കണം. എന്നിട്ട് അതേപോലെ പുറത്തു വിടുകയും വേണം. പിടിച്ചു നിർത്തി സോഫ്റ്റായി കാം ആവണം എന്നാണ് ഈ പറഞ്ഞത്. മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ മെഡിറ്റേഷൻ ക്ലാസ്സിലേക്ക് പങ്കെടുത്ത് നിങ്ങൾ അല്ലെ യോഗ ക്ലാസ്സിലേക്ക് പങ്കെടുത്ത് ശ്വാസോച്ഛ്വാസത്തെയൊക്കെ കൃത്യമാക്കുക. അപ്പോൾ ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ഭാഗ്യം എന്താണോ ഭാഗ്യം വേണ്ടത് അത് മുഴുവൻ നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങളുടെ ശരീരം മുഴുവൻ നല്ല അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾ പറയുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക, ഞാൻ പൂർണ്ണ ഭാഗ്യ, ഇത് എടുത്തു കഴിയുമ്പോൾ 7 കഴിഞ്ഞപ്പോഴേ നിങ്ങൾ പറയുക, ഞാൻ പൂർണ്ണ ഭാഗ്യവതിയാണ്. എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോളൂ കൃത്യമായിട്ട്. എനിക്ക് എല്ലാം ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. എനിക്ക് എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. ഞാൻ ഭാഗ്യവതിയാണ്, അല്ലെങ്കിൽ ഭാഗ്യവാനാണ്, സമൃദ്ധിയുള്ളവനാണ്, അല്ലെങ്കിൽ സമൃദ്ധിയുള്ളവളാണ്. എനിക്ക് എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. ഞാൻ ഭാഗ്യവതിയാണ്, ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭാഗ്യവതിയാണ്, ഭാഗ്യവാനാണ്. ഞാൻ സമൃദ്ധിയുള്ളവനാണ്, സമൃദ്ധിയുള്ളവളാണ്. ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ കൈ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെക്കുക. എന്നിട്ട് ഭാഗ്യം ശരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുക. ഹൃദയത്തിലേക്ക് കൈവച്ചതിന് ശേഷം ഭാഗ്യം നിങ്ങൾക്ക് വരുന്നത് ഫീൽ ചെയ്യുക. നല്ല അബൻഡൻസ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഫീൽ ചെയ്യുക. നന്നായിട്ട് കൃത്യമായി ഫീൽ ചെയ്യുക. എന്നിട്ട് അതിനൊക്കെ നന്ദി മനസ്സിൽ വരിക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ദൈവത്തിനോ യൂണിവേഴ്സിനോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഗുരുക്കന്മാർക്കോ ആർക്കൊക്കെ നിങ്ങൾ നന്ദി പറയണം. അത് മുഴുവൻ വെച്ച് നന്ദി, എനിക്കിത് ലഭിച്ചതിന്, ഭാഗ്യം ലഭിച്ചതിന് നന്ദി എന്ന് ശരിക്കും നിങ്ങൾ പറയുക. അതിനുശേഷം നന്ദി പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ഫീൽ ചെയ്തു. നന്ദി പറഞ്ഞതിന് ശേഷം ഈ പെണ്ണെടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഈ നമ്പർ എഴുതി വെക്കുക. നമ്പർ എഴുതി വെച്ചോളൂ. 8172 81 72 19 738. ഇങ്ങനെ നമ്പർ ഇവിടെ ചെറുതായിട്ടോ വലുതായിട്ടോ എഴുതി വെച്ചോ. നിങ്ങൾക്ക് ഞാൻ കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് എഴുതി കാണിച്ചിട്ട് ഇതിങ്ങനെ എഴുതി വെച്ചോളുക. ഒറ്റ തവണ എഴുതുക. കൈകൾ ഇങ്ങനെ ഒന്ന് ഇതാക്കുക. മായില്ല. റബ്ബർ കുറച്ച് മാർക്കർ ആണെങ്കിൽ മായില്ല. മറ്റേ പേനാണെങ്കിൽ ചിലപ്പോൾ മാഞ്ഞു പോകും. കുഴപ്പമില്ല, മാഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ എഴുതി വെച്ചേക്കുക. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ടൈപ്പ് ചെയ്യാവോ? ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ആരാണ്? ഭാഗ്യവാനാണോ ഭാഗ്യമില്ലാത്ത ആളാണോ? ഒന്ന് ടൈപ്പ് ചെയ്യാവോ? നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഭാഗ്യമുള്ള ആളാണോ ഭാഗ്യമില്ലാത്ത ആളാണോ? യെസ് ഓർ വൈ. യെസ്, ഭാഗ്യമുള്ളവരാണ് യെസ് എന്ന് എഴുതൂ. ഭാഗ്യമില്ലാത്തവരാണെങ്കിൽ നോ എന്ന് എഴുതൂ. അപ്പോ പക്ഷെ ഇത് തീർന്നില്ല എവിടെയും. ഇത് ഒരു ദിവസം 3 തവണ നിങ്ങൾ എഴുതണം. ഈ ഞാനിപ്പോ പറഞ്ഞ കാര്യം 3 തവണകളായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. രാവിലെ എഴുന്നേറ്റ ഉടനെ മെഡിറ്റേഷൻ ചെയ്യുന്നവർ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ എഴുതുക. രാത്രി മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ എഴുതിയിട്ട് കയ്യിൽ വെച്ചിട്ട് പോവുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, രാവിലെ എഴുതിയത് മാഞ്ഞു കഴിഞ്ഞില്ലെങ്കിലോ എന്ന്. ഒരു കുഴപ്പമില്ല, അതിന് മുകളിൽ തന്നെ എഴുതിക്കോളൂ. അതുമല്ല, അത് ഉച്ചയ്ക്ക് എഴുതുമ്പോൾ രാവിലെ എഴുതിയത് മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയതായിട്ട് സങ്കല്പിച്ചാൽ മതി. അക്ഷരം അവിടെ തന്നെ ഉണ്ടാവും അല്ലെ. നിങ്ങൾ പേന എടുത്തോളുക, എഴുതുന്നതായിട്ട് വെക്കുക. അപ്പൊ 8 ഇങ്ങനെ കാണാം. ഇപ്പൊ ഇത് മാഞ്ഞിട്ടില്ല എന്റേത്. അപ്പൊ 8 ഇവിടെ കാണാം. 8 1 7 2 1 9 7 3 8. ഇപ്പൊ എഴുതി എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാം. നമ്മൾ പെന്നും എടുത്തു, എഴുതാൻ വേണ്ടി എല്ലാം തയ്യാറായി. ഇവിടെ എഴുതിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബ്രെയിനിൽ എഴുതിയതായിട്ട് നമുക്ക് വിഭാവന ചെയ്യാം. ഇപ്പൊ കൈ ഇതാവണ്ട. ഇത് നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം. ഒരു ദിവസവും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 21 ദിവസം ബ്രേക്ക് കണ്ടിന്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഫേസ്ബുക്കിൽ കാണുന്നവരാകും ഇത് സേവ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കിട്ടും സാധ്യത. അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ മറന്നുപോയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. സേവ് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ പ്രോസസ്സ്. അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. ഇത്രയും ലളിതമായി നമ്മൾ ചെയ്താൽ മാത്രം മതി. അപ്പോ നിങ്ങൾ പൂർണ്ണമായിട്ടും ഭാഗ്യം എന്താണോ വരേണ്ടത്, പിന്നെ നിങ്ങൾക്ക് വരുന്നതൊക്കെ ഭാഗ്യമായിരിക്കും. നോക്കൂ, നാളെ, ഇന്നിപ്പോ രാത്രി മുതൽ തന്നെ റിസൾട്ടുകൾ ഉണ്ടാവും. ഇന്ന് രാത്രി മുതൽ റിസൾട്ട് ഉണ്ടാവും. നാളെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നിങ്ങളുടെ റിസൾട്ടുകൾ പറയുക.
കൃത്യമായിട്ടും നിങ്ങൾ വൈകുന്നേരം ഇതേപോലെ ചെയ്യണം. ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് കിടക്കാൻ പോകുന്ന സമയത്ത് എഴുതുക. അപ്പോൾ ഞാൻ എന്താണ് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അത് പറഞ്ഞുതരാം. അഫർമേഷൻ പറയാനുള്ള അഫർമേഷൻ ഇംഗ്ലീഷും കൂടി പറഞ്ഞുതരാം. ഐ ആം ഇൻ ഫ്ലോ ഐ ആം ഇൻ ഡിവൈൻ ഫ്ലോ, ലക്ക് ആൻഡ് സക്സസ് നാച്ചുറലി കംസ് ടു മീ എന്നാണ്. ഐ ആം ഇൻ ഡിവൈൻ ഫ്ലോ, ലക്ക് ആൻഡ് സക്സസ് നാച്ചുറലി കം ടു മീ എന്നുള്ളതാണ് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള വാക്ക് പറയാൻ പറഞ്ഞത്. മലയാളം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്.